ഗയ്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്. നിലവിലിപ്പം ബിറ്റ് കോയിൻ ഉണ്ട്, എതേറിയം ഉണ്ട്, SRP ഉണ്ട്. ഇവയെല്ലാം ഡിജിറ്റൽ കറൻസിയിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയും ഏറ്റവും പ്രശസ്തമായി നിൽക്കുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിൻ്റെ പ്രോഗ്രാം എഴുതിയേക്കുന്നത് സദാഷി നാക്കമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതൊരു വ്യക്തിയാണോ, ഗ്രൂപ്പാണോ, അതോ എന്തെങ്കിലും ഒരു സമൂഹമാണോ എന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. അതിപ്പോൾ തെളിയിക്കാതെ നടക്കുന്ന ഒരു സംഭവമാണ്. അത് ബിറ്റ് കോയിൻ്റെ ഒറിജിൻ എവിടുന്നാണ് എങ്കിലും അത് ലിമിറ്റഡ് സപ്ലൈ ഉള്ളൂ. ഏതാണ്ട് 21 മില്യൺ ബിറ്റ് കോയിൻ മാത്രമേ ഇനിയും ടോട്ടലി മൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ മൈൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബിറ്റ് കോയിൻ്റെ ട്രാൻസാക്ഷന് വേണ്ടി ട്രാൻസാക്ഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരെയാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസാക്ഷനിൽ അവർ സഹായിക്കുന്നതുകൊണ്ട് അവർക്ക് റിവാർഡായിട്ട് കുറച്ച് ബിറ്റ് കോയിൻ്റെ ഭാഗങ്ങൾ കിട്ടും. മെയിൻലി നമ്മൾ ബിറ്റ് കോയിനകത്ത് ട്രേഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനെല്ലാം ഓരോരോ ആപ്സ് യൂസ് ചെയ്ത് നമ്മൾ മെയിൻലി ചെയ്യാറുണ്ട്. ക്രിപ്റ്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി എന്തുകൊണ്ടാണ് ഇത്ര പ്രശസ്തമാകുന്നത് ചോദിച്ചാൽ, നമ്മളെ നോർമൽ കറൻസിയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പം വീഡിയോ കാണുന്ന ഒരാൾക്ക് ഞാൻ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇപ്പോൾ ഏത് ബാങ്കാണോ ആ ബാങ്കിലോട്ട് കണക്ട് ചെയ്യണം. പിന്നെ ആ ബാങ്കിൽ നിന്ന് വേണം ആ മേടിക്കുന്ന ആൾക്ക് എത്താൻ വേണ്ടി. പക്ഷേ ഈ ക്രിപ്റ്റോയുടെ കേസിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയുടെ കേസിൽ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അയാളുടെ അഡ്രസ് ലിങ്ക് മാത്രം മതി, അയാളുടെ വാലറ്റിൻ്റെ അഡ്രസ് ലിങ്ക് മാത്രം മതി. ജസ്റ്റ് എൻ്റെ വാലറ്റിൽ നിന്ന് അവരുടെ വാലറ്റിലോട്ട് അയാൾ എവിടെയാണെങ്കിലും ഏതാനും സെക്കൻഡ്സിനുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റിനുള്ളിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ മറ്റ് കോയിൻസുകളുടെ എല്ലാം യൂസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞാൽ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റാണ് ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു 1 ലക്ഷം രൂപയാണെങ്കിൽ നാളെ 2 ലക്ഷം രൂപയാകാം, 2-3 ലക്ഷം രൂപയാകാം. അതുപോലെ നല്ല വോളറ്റിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ 1 ലക്ഷം രൂപ നാളെ അത് 0 രൂപയിലോട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ. അതിൽ നല്ല റിട്ടേൺസ് ഉള്ളതാണ് ബിറ്റ് കോയിനിൽ. ബിറ്റ് കോയിന് കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ എടുത്ത് നോക്കുക തന്നെ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ, എത്ര വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്കായാലും. ഇനിയും എക്സ്പേർട്സ് പറയുന്നത് ബിറ്റ് കോയിൻ ഇനിയും മണ്ടക്കോട്ട് പോകും, ഇനിയും അടുത്ത ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ എക്സ്പേർട്സ് അവരുടെ നിയമം. നമ്മൾ ബിറ്റ് കോയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി ആയ ഏത് കോയിൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സംഭവമാണ് ബ്ലോക്ക് ചെയിൻ. എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്? ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പറ്റ് ബുക്ക് ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് വരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ തമ്മിലുള്ള കണക്ക് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് വേണമെങ്കിൽ അവൻ ഇപ്പം ഞാൻ കൊടുത്ത ആൾ കാണാതെ അതിനകത്തുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ കാണാതെ അവൻ എന്തെങ്കിലും മാറ്റാൻ പറ്റും. പക്ഷേ ഇതുപോലെ ഈ സെയിം കാര്യമുള്ള പറ്റ് ബുക്ക് ഞാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും തരുവാണെങ്കിലോ, ഞാൻ ഇതിനകത്ത് മാറ്റുന്നതെല്ലാം എല്ലാവരുടെയും ബുക്കിനകത്ത് മാറിയിരിക്കും. അതായത് ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കും. അതുപോലെയാണ് ഈ ബിറ്റ് കോയിൻ്റെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതായത് എല്ലാം കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ ഞാൻ ഒരു മാറ്റം വരുന്നത് എല്ലാവരും എഗ്രി ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് എനിക്ക് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ചെയിനിൽ ഹൈലി സെക്യൂർ എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ബിറ്റ് കോയിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ ധാരാളം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഉള്ള സാധനം തന്നെയാണ് ബിറ്റ് കോയിന്. ബിറ്റ് കോയിൻ ഇപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഒരു തേർഡ് പാർട്ടി ആളുടെ ആവശ്യമില്ല, കുറഞ്ഞ ഫീ ആണ് ഇത് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഏത് രാജ്യത്തുള്ള ആൾക്ക് വേണമെങ്കിലും നമുക്കിത് അയച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. എന്നാൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ മണ്ടയ്ക്ക് ആർക്കും ഒരു കൺട്രോൾ കാണത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് കൂടുതലും ഈ ബിറ്റ് കോയിൻ്റെ യൂസ് കണ്ടുവരുന്നത് ഡാർക്ക് വെബിലാണ്. ഇല്ലീഗൽ പ്രൊഡക്ട്സ് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും അതിനെ ഇപ്പം നിലവിൽ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ നിലവിലായിട്ടുണ്ട്. എന്നിൽ പോയാലും അത്ര എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ബിറ്റ് കോയിനിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയിലൂടെ തന്നെയാണ്. ബിറ്റ് കോയിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവരും അറിയുക, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നിലവിൽ വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ തന്നെ 30% ടാക്സ് ഉണ്ട് ബിറ്റ് കോയിൻ്റെ മണ്ടയ്ക്ക്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിറ്റ് കോയിനെ കുറിച്ചായിരുന്നു. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എത്രമാത്രം മനസ്സിലായെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലെ ടോപ്പിക്കിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടിപൊളി ടോപ്പിക്കും ഇത് ഇൻഫോർമേറ്റീവായ ടോപ്പിക്കായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.